PDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ലോൺ ആപ്പ് നടത്തിപ്പുകാർ റിമാൻഡിൽ. നോയിഡയിൽ നിന്നാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. നിഖിൽ ചേരുന്നു. നിഖിൽ, വിശദാംശങ്ങൾ. ശ്യാമിലി, ഏതായാലും നോയിഡയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ ലോൺ ആപ്പ് സംഘത്തെ പിടികൂടിയത്. അവരെ ഇപ്പോൾ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കണ്ണൂർ കോടതി അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും വലിയൊരു തട്ടിപ്പ് സംഘം തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. നോയിഡയിലെത്തിയാണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസ് ഇവരെ പിടികൂടിയത്. ഏതായാലും ഈ നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയ ഈ സംഘം വലിയ സംവിധാനങ്ങളോട് കൂടിയാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. 30ഓളം സിം കാർഡുകൾ ഒരേ സമയം ഉപയോഗിക്കാവുന്ന സിം ബോക്സുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രവർത്തനം എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരെ ഈ നമ്പർ ഉപയോഗിച്ച് ട്രേസ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷേ സജീവമായി ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചത്. ഇതിൻ്റെ പ്രധാന നടത്തിപ്പുകാരായി ഉത്തർപ്രദേശ് ഖാസിയാബാദ് സ്വദേശി ഋഷികേഷ് തിവാരി, ഉത്തർപ്രദേശ് സ്വദേശി പ്രശാന്ത് കേവൽ, ഹരിയാന ഫരീദാബാദ് സ്വദേശി പ്രകാശ് ജയ് എന്നിവരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത്. ഏതായാലും ഇപ്പോൾ ഇവരെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നിഖിലെ, അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ പരാതി റാമിനെതിരെയായിരുന്നു, അധ്യാപകൻ റാമിനെതിരെയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ ഹാഷിം അലിക്ക് എതിരെയും പരാതി ഉണ്ടായിരുന്നല്ലോ. അധ്യാപകൻ ഇപ്പോൾ രാജിവെച്ചല്ലോ. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ്? ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ തന്നെ മുൻകൈയെടുത്ത് ഒരു ഇമെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പരാതികൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരാതികൾ നൽകാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ലഭിച്ച പരാതികളിൽ ഏറ്റവും കൂടുതൽ പരാതി വന്ന ഒരു അധ്യാപകനായിരുന്നു ഈ പറയുന്ന ഓർത്തോഡോണ്ടിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ ഹാഷിം അലി. അദ്ദേഹമാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ അധ്യാപകൻ മാത്രമല്ല, ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ അധ്യാപകരും രാജിക്കൊരുങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. അവരും രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ മാനേജ്മെൻറ്റ് രാജി സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓർത്തോഡോണ്ടിക്സ് വിഭാഗത്തിലെ എല്ലാ അധ്യാപകരും ഇത്തരത്തിൽ രാജിവെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ വലിയ നടപടി വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടയിലാണ് ഈ അധ്യാപകൻ ഉൾപ്പെടെ കുട്ടികൾ വലിയ രീതിയിൽ പരാതി പറയുന്ന ഈ അധ്യാപകൻ ഉൾപ്പെടെ രാജിക്കൊരുങ്ങുന്നത്. ശരി, നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.